നമസ്കാരം. ഈ വർഷത്തെ നക്ഷത്രഫലം നോക്കാം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് ഓരോ മാസവും അനുഭവപ്പെടാവുന്ന ഫലങ്ങൾ. ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രം നോക്കാം. ചിങ്ങമാസത്തിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ഒരാൾ ഉദ്യോഗം ഉപേക്ഷിക്കേണ്ടി വരും. കാർഷിക മേഖലയിലുള്ളവർക്ക് ആദായം വർദ്ധിക്കും. വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരും. പൊതുവെ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം കുട്ടികളോടൊപ്പം ഓണം ആഘോഷിക്കാൻ സാധിക്കും. ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിലെത്തിക്കാൻ വളരെ പരിശ്രമം വേണ്ടിവരും. കന്നി രാശി നോക്കുകയാണെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കുന്നതിനാൽ ഉദ്യോഗത്തിൽ പുനർനിയമനം ഉണ്ടാകും. കലാകായിക രംഗങ്ങളിൽ പരിശീലനം തുടങ്ങും. ജലാശ്രിത പ്രവൃത്തികളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പ്രതികൂല പ്രവൃത്തിയുള്ള ജോലിക്കാരെ പിരിച്ചുവിടും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. തുലാം നോക്കുകയാണെങ്കിൽ സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് ചേരാൻ സാധിക്കും. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂല സാഹചര്യം വന്നു ചേരും. വിട്ടുവീഴ്ച മനോഭാവമുള്ള കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. നിശ്ചയിച്ച വിവാഹത്തിന് കാലതാമസമുണ്ടാകാൻ സാധ്യതയുണ്ട്. വൃശ്ചിക മാസത്തിൽ വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് അംഗീകാരം ലഭിക്കും. പ്രാരംഭഘട്ടത്തിൽ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടുമെങ്കിലും അന്തിമമായി വിജയമുണ്ടാകും. അശ്രദ്ധ കൊണ്ട് വീഴ്ചയും ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അധ്വാനഭാരവും ചുമതലകളും കൂടുതലുള്ള സ്ഥലത്തേക്ക് ഉദ്യോഗ കയറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ ഏറ്റെടുക്കുമെങ്കിലും ചിലത് വിട്ടുപോകും. ധനുക്കൂറ് നോക്കുകയാണെങ്കിൽ സുരക്ഷാ സംവിധാനം ശക്തമാക്കുവാൻ നിർബന്ധിതനാകും. അഭിപ്രായം അറിഞ്ഞു പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതുമായ സന്താനങ്ങളുടെ സമീപനത്തിൽ ആശ്വാസവും ആത്മാഭിമാനവും സുരക്ഷിതത്വവും തോന്നും. ഉപരിപഠനത്തിന് പണം കൊടുത്തു ചേരേണ്ടി വരും. സാഹിത്യം, കലാകായികം, വൈജ്ഞാനികം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങളും പ്രോത്സാഹനവും ഉണ്ടാകും. മകരത്തിൽ ഉന്നതരുമായി സൗഹൃദബന്ധം പുലർത്തുന്നത് വഴി പുതിയ ആശയങ്ങൾ ഉണ്ടാകും. നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. സഹവർത്തിത്വ ഗുണത്താൽ നല്ല ചിന്തകൾ കൂടും. നിസാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. വാഹന അപകടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം കരുതൽ വേണം. കുംഭത്തിൽ അംഗീകാരങ്ങൾക്ക് കാലതാമസമുണ്ടാവും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിച്ചാൽ ദാമ്പത്യത്തിൽ ഏറെക്കുറെ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകും. സുതാര്യവും നീതിയുക്തവുമായ സംസാര ശൈലി സർവാദരങ്ങൾക്ക് വഴിയൊരുക്കും. പുതിയ വീട് വാങ്ങാനും അതിൽ താമസിക്കാനും സാധിക്കും. ജന്മനാട്ടിലെ ആരാധനാലയങ്ങളിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. മീനമാസത്തിൽ ഈശ്വര പ്രാർത്ഥനകളാലും ആയുർവേദ പ്രകൃതി ചികിത്സകളാലും സന്താനഭാഗ്യം ഉണ്ടാകും. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. പാരമ്പര്യ പ്രവൃത്തികൾക്ക് പരിശീലനം നേടി പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും. ജനോപകാരപ്രദമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ആശ്വാസത്തിനും മനസംതൃപ്തിക്കും അംഗീകാരത്തിനും വഴിയൊരുക്കും. മേടമാസത്തിൽ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ വിമർശനങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. സ്വന്തം നിലപാടിൽ നിന്ന് വ്യതിചലിക്കാതെ ഏകാഗ്രതയോടും ദീർഘവീക്ഷണത്തോടു കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. മത്സര പരീക്ഷ, ഇന്റർവ്യൂ, സന്ധി സംഭാഷണം തുടങ്ങിയവയിൽ തൃപ്തിയാകും വിധത്തിൽ അവതരിപ്പിച്ച് പ്രശസ്ത വിജയം നേടും. ആത്മവിശ്വാസം, ഉത്സാഹം, ഉന്മേഷം, കാര്യനിർവഹണ ശേഷി തുടങ്ങിയവ പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. ഇടവത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠിച്ചതും അറിവുള്ളതുമായ വിഷയങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല. കാണുന്നതെല്ലാം ശരിയാണെന്ന മിഥ്യാധാരണകൾ ഒഴിവാക്കണം. പുതിയ തലമുറയിലുള്ളവരുടെ അനൈക്യത്താൽ കുടുംബത്തിൽ നിന്നും മാറി താമസിക്കാൻ നിർബന്ധിതനാകും. മീനത്തിൽ ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് കൂടുതൽ പണം ചെലവാക്കും. വാഹനാപകടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം കരുതൽ വേണം. മാതാവിനും മാതൃ സഹോദരങ്ങൾക്കും ഈ വർഷം ദോഷകാലമാണ്. വിൽപ്പന ഉദ്ദേശത്തോടു കൂടി ഭൂമി വാങ്ങാൻ ഇടവരും. ശ്രമകരമായ പ്രവർത്തനങ്ങൾ വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കും. കർക്കിടകത്തിൽ ഔദ്യോഗികമായി മാനസിക സംഘർഷം കൂടും. ഗർഭിണികൾക്ക് പൂർണ്ണ വിശ്രമവും ഗർഭകാല പരിരക്ഷയും വേണ്ടിവരും. പുരാണം, ഇതിഹാസം, ആത്മീയ വിഷയങ്ങൾ തുടങ്ങിയവയിൽ താല്പര്യമുണ്ടാകും. ആത്മനിയന്ത്രണം അത്യാവശ്യമാണ്.